പൊറോട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷെ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയാണ് നമുക്ക്. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. മൈദ എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് തന്നെയാണ്. ഗോതമ്പിന്റെ കവർ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞിട്ട് അതിനുള്ളിലുള്ള ഭാഗം മാത്രമേ എടുത്ത് പിന്നെ അതിനകത്ത് കുറച്ച് കെമിക്കലൊക്കെ ചേർക്കും, അലോക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഈ മൈദ ഉണ്ടാക്കുന്നത്. ഈ മൈദ കൊണ്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കവർ അങ്ങ് പോയില്ലേ ഗോതമ്പിന്റെ, അപ്പൊ ആ നാരുകൾ ഫൈബർ അങ്ങ് പോയി. അപ്പൊ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കയറും. ഗ്ലൂക്കോസ് ഇങ്ങനെ കുതിച്ചുയരും. അപ്പൊ ആ നാരുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ പൊറോട്ട രണ്ടെണ്ണക്കുന്നുണ്ട്, 2 പൊറോട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ നാരുകൾക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കുക്കുംബർ, അരിഞ്ഞ കുക്കുംബർ, വേവിക്കാത്ത കുക്കുംബർ, കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോട്ടീനും അതുപോലെ ഞാൻ ഈ വേവിക്കാത്ത കുക്കുംബറും തക്കാളിയും കഴിക്കുന്നതുകൊണ്ട് കുറച്ച് നാരുകളും ഒക്കെ ചെല്ലുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ്, ഷുഗർ രക്തത്തിലേക്ക് കയറുന്നത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആകും. പിന്നെ ഞാൻ ഇത് ഒഴിച്ചു കഴിക്കാൻ കറിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് പൊറോട്ട കഴിക്കാം. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കഴിക്കരുത്. ഇടയ്ക്ക് നമുക്ക് താല്പര്യം തോന്നുമ്പോൾ ഇങ്ങനെ കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ?